നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിൽ ചാത്തന്നൂർ തിരുമുക്കിലാണ്. തിരുമുക്ക് ജംഗ്ഷനിൽ ഒരു വലിയ സ്മാരകം പോലെ നിർമ്മിച്ചു വച്ചിരിക്കുന്ന ഈ കാണുന്ന അണ്ടർപാസ് നമ്മുടെ ഈ ഹൈവേ നിർമ്മാണത്തിന് നിരവധിയായ തലച്ചോറുള്ള ബുദ്ധിജീവികൾ കൂടിയിരുന്ന് ആലോചിച്ച് കൃത്യമായും ശാസ്ത്രീയമായും ഒക്കെ തീരുമാനമെടുത്താണ് ഈ ഹൈവേയുടെ നിർമ്മാണം നടക്കുന്നത്. എന്താണ് ചാത്തന്നൂരിലെ നാട്ടുകാർക്ക് അല്ലെങ്കിൽ ഇവിടെയുള്ള പ്രദേശവാസികൾക്ക് അതുപോലെ ഉള്ള സാമൂഹ്യ പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ ഒക്കെ അവരുടെ പ്രതികരണങ്ങൾ എന്താണ്? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്രമാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ പിടിച്ച ഒരു വാർത്തയായിരുന്നു തിരുമുക്കിലെ ഈ അണ്ടർപാസുമായി ബന്ധപ്പെട്ട് സ്മാരകമായി നിൽക്കുകയാണ്. ആ കാര്യങ്ങളിലേക്കാണ് ഞങ്ങൾ വിരൽ ചൂണ്ടുന്നത്. തിരുമുക്ക് അടിപ്പാത അശാസ്ത്രീയം, പുനർനിർമ്മാണം അനിവാര്യം. കൊല്ലം ചാത്തന്നൂർ തിരുമുക്കിൽ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി അശാസ്ത്രീയമായി നിർമ്മിച്ച അടിപ്പാത നാട്ടുകാർക്ക് കൗതുക കാഴ്ചയായി. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതാണ് ഈ പരവൂരിൽ നിന്ന് വരുന്ന ഈ റോഡിൽ നിന്ന് വരുന്ന വാഹനം നമ്മളെ ഈ വലത്തെ ഭാഗത്ത് കെട്ടി വെച്ചേക്കുന്ന അണ്ടർപാസാണ്. ഈ അണ്ടർപാസിൽ എങ്ങനെയാണ് വണ്ടി തിരിഞ്ഞു പോകുന്നതെന്ന് എനിക്ക് യാതൊരു രീതിയിലൊന്നും മനസ്സിലാവുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു പ്രദേശവാസിയാണ്. ഇത് തിരിഞ്ഞു പോകുന്ന രീതിയിലല്ല ഇത് ചെയ്തിരിക്കുന്നത്. ഇത് പരവൂര്, മീനാട് അങ്ങോട്ടുള്ള ഭാഗങ്ങളിലേക്കുള്ള വർക്കല വരെ പോകേണ്ടിയുള്ള ആൾക്കാർക്കുള്ള ഒരു റോഡാണിത്. അതേപോലെ തന്നെ ഈ വണ്ടി തിരിഞ്ഞു പോകേണ്ടിയുള്ള തിരുവനന്തപുരത്തേക്കാണ് തിരിഞ്ഞു പോകുന്നത്. ഒരു കാരണവശാലും ഇതിനെ തിരിഞ്ഞു പോകില്ല. ഈ ചെയ്തിരിക്കുന്നത് ഈ തിരുമുക്കിൽ ആദ്യം ഈ നാഷണൽ ഹൈവേയുടെ പണി ചെയ്തപ്പോൾ ആദ്യം ചെയ്ത പാലമാണിത്. ഇത് ചെയ്തിരിക്കുന്നത്, നിർമ്മാണം ചെയ്തിരിക്കുന്നത് യാതൊരു രീതിയിലും കറക്റ്റായിട്ടുള്ള രീതിയല്ല. ഈ അണ്ടർപാസ് ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ ഇതൊന്ന് ചെറുതായിട്ട് ചരിക്കുകയോ അതല്ലെന്നുണ്ടെങ്കിൽ ഈ ഇടത്തെ ഭാഗത്ത് ഞാൻ കൊണ്ട് തിരിയുന്ന ഭാഗത്തുണ്ടാകും ഇവിടെയാണ് ഈ പാലം വരേണ്ടിയുള്ളത്. ഇതൊരു യാതൊരു രീതിയിലും അവർ കറക്റ്റായിട്ടുള്ള രീതിയിലല്ല ഇവർ ചെയ്തിരിക്കുന്നത്. കാര്യങ്ങൾ വന്ന് കണ്ട് ഇതിനു വേണ്ടി നല്ല രീതിയിൽ ഇത് കാര്യങ്ങൾ ചെയ്തു പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പൊതുജന താൽപര്യാർത്ഥം റോഡ് വികസന പദ്ധതി രേഖ തയ്യാറാക്കാത്തതിലുമാണ് തിരുമുക്കിൽ നിർമ്മിച്ചിട്ടുള്ള സ്മോൾ വെഹിക്കിൾ അണ്ടർ പാസേജ് സ്മാരക രൂപേണ നിലനിൽക്കേണ്ടി വന്നത്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ചാത്തന്നൂർ തിരുമുക്കിൽ ഇപ്പോൾ പണി കഴിപ്പിച്ചിട്ടുള്ള അടിപ്പാത സ്മാൾ വെഹിക്കിൾ അണ്ടർ പാസേജ് ആണ്. അതായത് ചെറിയ വാഹനങ്ങൾക്ക് മാത്രം കടന്നു പോകാൻ കഴിയുന്ന തരത്തിലാണ് അതിന്റെ നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. ഇത് പരവൂര്, പൂതക്കുളം, കലക്കോട് അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രദേശം, വർക്കലയോ അങ്ങനെയുള്ള പ്രദേശങ്ങളിലേക്കൊക്കെ വാഹനങ്ങൾ കടന്നു പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ് ചാത്തന്നൂർ തിരുമുക്ക്. മാത്രമല്ല, ഒരു സ്റ്റേറ്റ് ഹൈവേ ആരംഭിക്കുന്നത് തന്നെ തിരുമുക്കിൽ നിന്നാണ് ഈ പ്രദേശങ്ങളിലേക്ക് പോകുന്നത്. ഒരുപാട് ടൂറിസ്റ്റുകൾ വരികയും പോകുകയും ചെയ്യുന്ന വാഹന സൗകര്യങ്ങൾ ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ നടപ്പിലാക്കേണ്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് തിരുമുക്ക്. പക്ഷെ ഇതൊന്നും പരിഗണിക്കാതെ വളരെ ചെറിയ വാഹനങ്ങൾക്ക് മാത്രം കടന്നു പോകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു അടിപ്പാതയാണ് ഇപ്പോൾ ചാത്തന്നൂർ തിരുമുക്കിൽ നിർമ്മിച്ചിട്ടുള്ളത്. ഇത് പരിശോധിക്കണമെന്നും വലിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സംവിധാനം ചാത്തന്നൂർ തിരുമുക്കിൽ ഉണ്ടാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ ബന്ധപ്പെട്ട നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ കാണുകയും അവർക്ക് നിവേദനങ്ങൾ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ചെയർമാൻ അടക്കം നിവേദനങ്ങൾ സമർപ്പിച്ചിരുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട MP കണ്ട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും അദ്ദേഹം വഴി നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഈ വിഷയങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടുള്ള കത്ത് നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു പരവൂരിലാണ് ഇപ്പോൾ ഫയർ സ്റ്റേഷനുള്ളത്. ഫയർ സ്റ്റേഷനിൽ നിന്ന് ഒരു വാഹനം ചാത്തന്നൂരിൽ എത്തണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇങ്ങനെ ഒരു അശാസ്ത്രീയമായ അതിന്റെ DPR നിർമ്മാണത്തിന് വേണ്ടി അവർ തയ്യാറാക്കിയിരിക്കുന്ന പദ്ധതി രേഖ ജനങ്ങളെ കേൾക്കാതെ, ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാതെ വളരെ അശാസ്ത്രീയമായി നിർമ്മിച്ച പദ്ധതി രേഖയുടെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ചെറിയ വാഹനങ്ങൾക്ക് മാത്രം കടന്നു പോകാൻ കഴിയുന്ന ഒരു നിർമ്മാണ പ്രവർത്തനം തിരുമുക്കിൽ നടത്തിയിട്ടുള്ളത്. ഇത് ഒരിക്കലും ജനങ്ങൾക്ക് ഗുണകരമല്ല. ഏതൊരു വികസന പ്രവർത്തനവും ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ്, അവർക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഉത്തേജകമായിട്ടാണ് വികസന പ്രവർത്തനങ്ങൾ എടുക്കേണ്ടത്. പക്ഷെ ഇവിടെ ഇപ്പോ ജനങ്ങളെ കേൾക്കാതെ, അവരെ പരിഗണിക്കാതെ, അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് കണക്കിലെടുക്കാതെ, പ്രദേശത്തിന്റെ പ്രത്യേകതകൾ പരിഗണിക്കാതെ ഒരു അശാസ്ത്രീയമായ വിശദ പദ്ധതി രേഖയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന ഈ നിർമ്മിതി ഒരു തരത്തിലും ജനങ്ങൾക്ക് ഗുണകരമല്ല. ഇത് പരിശോധിക്കണം, പരിഗണിക്കണം, ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കണം. എന്നിട്ട് അവിടെ വലിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുന്ന തരത്തിൽ ഒന്നുകിൽ ഒരു വെഹിക്കിൾ അണ്ടർ പാസേജ്, അല്ലെങ്കിൽ ചാത്തന്നൂരിലൊക്കെ ചെയ്തിരിക്കുന്നത് പോലെ തന്നെ ഒരു വലിയ 30 മീറ്ററോളം നീളമുള്ള ഒരു അണ്ടർ പാസേജ് നിർമ്മാണ പ്രവർത്തനം ഇവിടെ നടക്കണം. ആ രൂപത്തിൽ വന്നെങ്കിൽ മാത്രമേ ഈ ചാത്തന്നൂരിലായാലും
പരവൂർ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിൽപ്പെട്ട ആളുകൾക്കായാലും മൊത്തത്തിൽ ഇതുകൊണ്ട് ഈ വികസന പ്രവർത്തനം കൊണ്ട് ജനങ്ങൾക്ക് ഗുണമുണ്ടാകുള്ളൂ. ജില്ലയിൽ വ്യവസായത്തിനും വിനോദസഞ്ചാരത്തിനും പ്രസക്തി ആർജിച്ച സ്ഥലമാണ് പരവൂർ. ചാത്തന്നൂരിനെ പരവൂരുമായി ബന്ധിപ്പിക്കുന്ന റോഡിന്റെ ആരംഭ ഭാഗത്ത് നിർമ്മിച്ച ഈ അടിപ്പാതയിലൂടെ ചെറിയ വാഹനങ്ങൾ പോകുന്ന തരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല പരവൂർ റോഡിന്റെ നേർദിശയിൽ നിന്ന് 25 മീറ്ററോളം മാറ്റിയാണ് അടിപ്പാത നിർമ്മിച്ചിരിക്കുന്നത്. ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി? ഇത് ഒരു അശാസ്ത്രീയമായി പണിത ഒരു നിർമ്മിതിയാണ്. എന്നുവെച്ചാൽ ചാത്തന്നൂരും പരവൂരുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ വളരെ വർഷങ്ങളായിട്ട് ഇതൊരു CP ജംഗ്ഷൻ എന്നായിരുന്നു പറയുന്നത്. അത് പണ്ട് മുതലേ ഉള്ള ഒരു പ്രധാന ജംഗ്ഷനാണ്. ചാത്തന്നൂർ കഴിഞ്ഞാൽ ഒരു പ്രധാന ജംഗ്ഷനാണ്. പരവൂരുമായിട്ട് നല്ലൊരു ബന്ധം, ഒരു ബിസിനസ് പരമായ ഒരു ബന്ധം ചാത്തന്നൂരിനുള്ളതാണ്. അതിൽ ഈ പ്രൈവറ്റ് ബസ്സുകൾ വരാതിരിക്കുകയും വലിയ വാഹനങ്ങളും ചരക്ക് വാഹനങ്ങളും ഒന്നും ഈ അണ്ടർപാസ് വഴി കടന്ന് ചാത്തന്നൂരേക്ക് വരില്ല. അതുപോലെ തന്നെ ഈ സർവീസ് റോഡിൽ കൂടെ ഉള്ള യാത്രയും വാഹനങ്ങൾ തിരിയില്ല. അതുകൊണ്ട് ഈ നിർമ്മിതി അശാസ്ത്രീയമാണ്. ഇത് പൊളിച്ച് ഒരു 30 മീറ്റർ വീതിയിൽ പില്ലറിൽ ഒരു അടിപ്പാത നിർമ്മിച്ചാൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമെന്നാണ് എൻ്റെ അഭിപ്രായം. പരവൂർ ഭാഗത്തു നിന്ന് വാഹനങ്ങൾ ചാത്തന്നൂർ ജംഗ്ഷനിൽ എത്തണമെങ്കിൽ കിലോമീറ്ററോളം വട്ടം ചുറ്റേണ്ട ഗതികേടിലാണ്. സ്കൂൾ സമയം ചാത്തന്നൂരിൽ എത്തേണ്ട നിരവധി സ്വകാര്യ ബസ്സുകൾ സമയം തെറ്റി ഓടേണ്ട അവസ്ഥ വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ഏറെയാണ്. അതുപോലെ അഗ്നിശമന സേനയുടെ വാഹനം, ചരക്ക് കയറ്റിവരുന്ന ലോറികൾ, മറ്റ് ഇതര വാഹനങ്ങൾ പരവൂർ ഭാഗത്തു നിന്നും തിരുമുക്കിൽ എത്തി കൊല്ലം റോഡിൽ പ്രവേശിക്കണമെങ്കിൽ വൻ കടമ്പ കടക്കേണ്ട ഗതികേടിലാണ് നിലവിലെ അവസ്ഥ. നിലവിലെ ഈ തിരുമുക്കിലെ ഈ സാഹചര്യം പത്രമാധ്യമങ്ങളിൽ കൂടെ എല്ലാം നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. പരവൂരിൽ നിന്നാണെങ്കിലും ഇത്തിക്കരയിൽ നിന്ന് പരവൂർ പോകുന്നവരാണെങ്കിലും ചാത്തന്നൂരോട്ട് വരേണ്ട ആൾക്കാർക്കാണെങ്കിലും എല്ലാം വളരെ വളരെ ആശങ്കയിലാണ്. വേണ്ടപ്പെട്ട അധികാരികൾ ഇതിനകത്ത് നടപടി സ്വീകരിക്കണമെന്ന്. ഇതിലൂടെ നിലവിലൊരു വാഹനം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിഞ്ഞു പോകാൻ 2-3 പ്രാവശ്യം റിവേഴ്സ് ചെയ്തിട്ട് തിരിഞ്ഞു പോകാൻ പറ്റും. ആംബുലൻസ് ആവട്ടെ, ഫയർഫോഴ്സ് ആവട്ടെ, മറ്റ് വലിയ വാഹനങ്ങളാവട്ടെ, ഒന്നും തന്നെ ഇതിലേക്കൂടെ തിരിഞ്ഞു പോകാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഈ അണ്ടർപാസിലൂടെ നമുക്കിപ്പോൾ വണ്ടി കടന്നു പോകാനുള്ള യാതൊരുവിധ മാർഗവും ഇല്ല. ഇതുകൊണ്ട് യാതൊരു ഉപയോഗവും ഇല്ലാത്തൊരു ശൂന്യതയാണ്. ജനോപകാരപ്രദമായ പദ്ധതി രേഖ പുനർപരിശോധിച്ച് ചെറുതും വലുതുമായ ഏത് വാഹനവും അടിയന്തര സാഹചര്യത്തിൽ കടന്നു പോകുന്നതിനുള്ള വലിപ്പമേറിയ അടിപ്പാത നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക്, എക്സ്പ്രസ് ന്യൂസ്.